നിയമസഭയുടെ ഓരോ സ്ഥലങ്ങളിലുള്ള ബൂത്ത് കമ്മിറ്റികളും അതുപോലെ നിയോജകമണ്ഡലം കമ്മിറ്റികളും എല്ലാം കറക്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ചർച്ച നടന്നുകൊണ്ടിരുന്നത്. ഇല്ല, അതെല്ലാം എല്ലാ ജില്ലകളിൽ നിന്നുള്ള ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് വെച്ചിട്ട് NDAയുടെ മീറ്റിങ്ങിൽ അടുത്ത ദിവസം ചർച്ചയുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഏതൊക്കെ സീറ്റുകളാണെന്നുള്ള ഫൈനലൈസ് ചെയ്യുന്നത്. എത്ര സീറ്റ് അതിപ്പം നമുക്ക് 140 കിട്ടിയാലും മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പം അത്രയും BJP തരാത്തതുകൊണ്ട് ഞങ്ങൾ കിട്ടിയിട്ടുള്ള ലിസ്റ്റ് അനുസരിച്ച് ഇനി അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഞങ്ങൾ അവരുമായിട്ട് NDA ആയിട്ടിരിക്കണം. ഇരുന്ന ശേഷം ഇത് ഫൈനലൈസ് ചെയ്യും. അങ്ങനെ സാധ്യതകൾ വളരെ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെടുക്കേണ്ട വരുമല്ലോ, അത്രേ ഉള്ളൂ. കായംകുളം സീറ്റ് ഞങ്ങളുടെ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഒരു സീറ്റുകളും ഞങ്ങൾ മാറ്റി ഇതും ചെയ്യുന്നില്ല. അത് കായംകുളമൊക്കെ നമ്മുടെ BDJS സ്ഥാനാർത്ഥികൾ തന്നെ ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് തന്നെ ഞാൻ പറഞ്ഞു, 140 സീറ്റിലും മത്സരിക്കാൻ ആൾ തയ്യാറാണ്. അപ്പോൾ അതിനുശേഷം ആ ലിസ്റ്റ് ഞങ്ങൾ അതിനകത്ത് ആദ്യം എല്ലാവരും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇനി സംസ്ഥാന കമ്മിറ്റി കൂടിയിരുന്ന് ആ ലിസ്റ്റ് ഒന്ന് ചുരുക്കും. അത് ചുരുക്കിയ ശേഷം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളും NDAയുമായിട്ട് ഇരുന്ന ശേഷം ഒരു ഫൈനലൈസ് ചെയ്യും. ഞാൻ ഇതുവരെ മത്സരിക്കും. ഞാൻ കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടുള്ളത് എന്നെ മത്സരത്തിന് ഒഴിവാക്കണം. കാരണം NDAയുടെ രണ്ട് വിഭാഗം BJPയുടെയും BDJSന്റെയും ബാക്കി ഘടകകക്ഷികളുടെയും സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നെ അനുവദിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതുവരെ അങ്ങനെ ഒരു മത്സരത്തിന് വേണ്ടി ഒരു സ്ഥലത്തും ഇത് വർക്ക് ചെയ്തിട്ടില്ല. NDAയുടെ അഭിപ്രായം നേരത്തെ BJPയുടെ അഭിപ്രായം അവർ പറഞ്ഞ് നിങ്ങൾ കേട്ടതാണല്ലോ. കാര്യം BDS സംബന്ധിച്ചോളം പിന്നെ SNDP യോഗവും NSSുമായിട്ട് യോജിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ് എന്നുള്ളത് ഞങ്ങളുടെ നിലപാട്. പ്രത്യേകിച്ച് അത് NSSനും SNDP യോഗത്തിനും ഹിന്ദു വിഭാഗത്തിനും വളരെ ഗുണകരമായി വരും അത് എന്നുള്ളതാണ് സത്യാവസ്ഥ. BJP അല്ലല്ലോ അത് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറ്റുന്നത്. BJP എന്ന് പറയുന്നത് NDA എന്ന് പറയുന്നതിനകത്ത് മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുടെ എല്ലാ വിഭാഗമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് BJP ഇവിടെ NSS എന്നും SNDP എന്ന് പറയുന്നത് ഹിന്ദുക്കളിൽ രണ്ട് പ്രബല സമുദായങ്ങളാണ്. ആ സമുദായത്തിൻ്റെ ഐക്യം കൊണ്ടുണ്ടാകുന്ന ഗുണമാർക്കാണ് ആ രണ്ട് സമുദായത്തിനും അതുപോലെ തന്നെ ഹിന്ദുക്കളിലെ മറ്റുള്ള വിഭാഗങ്ങൾക്കും. അതാണ് ഒരു സത്യാവസ്ഥ. അപ്പം മുസ്ലിം ലീഗ് ഞാൻ ഈ പറയുന്ന ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ട് വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, എനിക്ക് അറിയാൻ പറ്റുന്ന ചോദിക്കുന്നത്. കാരണം വെച്ചാൽ മുസ്ലിം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുസ്ലിം ലീഗ് അങ്ങനെ ഈ പറയുന്ന ഹിന്ദുക്കളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുവാണെങ്കിൽ ഈ ഭൂരിപക്ഷ വോട്ടുകൾ വിഭജിച്ചു പോകുന്നതാണ് പലപ്പോഴും കേരളത്തിലെ അധികാര സമവാക്യങ്ങളെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ ഭൂരിപക്ഷം ഹിന്ദു വോട്ടുകൾ അത് ഏകീകരിക്കില്ലേ? ഇത്തരത്തിൽ രണ്ട് സമുദായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുമ്പോൾ ഒരു ഏകീകരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഗുണം ചെയ്യുന്ന BJP കൂടി ആയിരിക്കില്ലേ? അതങ്ങനെ പറഞ്ഞാൽ ഞാൻ തന്നെ ചോദിച്ചത്. കാരണം ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവർ മുസ്ലിം ലീഗ് പറയട്ടെ ഹിന്ദുക്കളാരും മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യുന്നില്ല എന്നവർ പറയട്ടെ. കാര്യം ഇന്ത്യവർക്ക് ഗുണം വരും എന്ന് മുസ്ലിം ലീഗ് പറയുന്നുണ്ടെന്ന് അവരോട് ചോദിക്കുക. കാര്യം ഇത് ഇന്ന ഒരാൾക്ക് കാര്യം ഇപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ എന്താ പറയുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മൊത്തമായിട്ടുണ്ടാകുന്ന ഗുണമാണ് ഈ പറയുന്ന NSS SNDP ഐക്യം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ ഉണ്ടാകുന്ന ഒരു ഐക്യമല്ലത്. അത് അദ്ദേഹം വിളിച്ച് സംസാരിക്കണം, ഉടൻ തന്നെ ഉണ്ടാവും. താങ്കളെ മകനെ പോലെ കണ്ട് സ്വീകരിക്കുമെന്നാണ് ഇന്ന് പ്രതികരിച്ചത്. ഞാൻ അദ്ദേഹമായിട്ട് ഞാനും അദ്ദേഹം തമ്മിലുള്ള ബന്ധം അങ്ങനെ ഇന്നലെ ഉള്ള ഒരു ബന്ധമല്ല അദ്ദേഹമായിട്ട് എനിക്കുള്ളത്. അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെ അത്രയും സ്നേഹത്തോടും ബഹുമാനത്തോടും കൊണ്ട് തന്നെയാണ് അന്നും കണ്ടിട്ടുള്ളത്, ഇന്നും കാണുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ആയിട്ട് NDAയുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ BDJSന് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പരസ്യമായ കാര്യമാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും ഉണ്ടോ? എവിടെ പരസ്യമായിട്ടുണ്ടായിരുന്നു? ഒന്നും പറഞ്ഞു തരാൻ പലയിടത്തും സ്വതന്ത്രമായിട്ടും സ്ഥാനാർത്ഥി നിർത്തുന്ന സാഹചര്യം നിർത്തിയിട്ടില്ല. ഞങ്ങൾ ആരെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊന്നും BJP സ്ഥാനാർത്ഥിക്കെതിരെ നിർത്തിയിട്ടില്ല. ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. സന്തോഷമുള്ളതുകൊണ്ടല്ലേ നിൽക്കുന്നത്. ഞങ്ങളെ LDFും UDFും ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളതല്ലേ. ഞങ്ങൾ പോകാതെ NDA നിൽക്കുന്നതിന് കാരണം എന്താ? ഞങ്ങൾക്ക് ആ സന്തോഷവും അടുപ്പവും സ്നേഹവും ഉള്ളതുകൊണ്ടാണല്ലോ അത് നിൽക്കുന്നത്. അല്ല, ചർച്ച എന്നുള്ളതല്ല. ഇപ്പം എല്ലാ പാർട്ടികളും ഈ പറയുന്ന BDJSന്റെ ഐക്യം താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതാണല്ലോ. ഇപ്പോൾ ഈ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും എല്ലാ പാർട്ടികളും. കാരണം ഇതിൽ വോട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അപ്പോൾ ഏതാണ്ട് കേരളത്തിലെ 50-60ഓളം നിയോജകമണ്ഡലങ്ങളിൽ
ഒരു 10,000 വോട്ടിന് മുകളിൽ ഞങ്ങളുടെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന വോട്ടുണ്ട് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റുള്ള പല ഘടകകക്ഷികളെക്കാൾ ഇപ്പോൾ LDF-ൻ്റെ അടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ CPM-നും CPI-ക്കും ഉള്ള വോട്ട് കഴിഞ്ഞാൽ ബാക്കി ഏത് ഘടകകക്ഷിക്കാണ് വോട്ടുള്ളത്? അത് കോൺഗ്രസിന് എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗും അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസും കഴിഞ്ഞാൽ വേറെ ഏത് ഘടകകക്ഷികളുടെ വോട്ടുള്ളൂ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം കേരളത്തിൽ 140 നിയോജകമണ്ഡലങ്ങളിലും സംവിധാനമുണ്ട്. ഏറ്റവും കുറഞ്ഞൊരു 60 നിയമമണ്ഡലങ്ങളിൽ ഏറ്റവും കുറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഒരു 10,000 വോട്ടിന് മുകളിൽ ഞങ്ങൾക്ക് നിയന്ത്രിക്കാനും കഴിയും. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം തന്നെയാണ് കേരളത്തിൽ. സൗരാജ് നിങ്ങൾ തന്നെ പറയുന്നതല്ലേ, ഞാനല്ലോ പറയുന്നത്. നിങ്ങൾ രാവിലെ ആ സമയത്ത് പറയും ഇവിടെ മത്സരിക്കുന്നു, അല്ലെങ്കിൽ അപ്പുറത്ത് മത്സരിക്കുന്നു പറയുന്നത് മാധ്യമങ്ങളാണ്. ഞാനുമായിട്ടൊരു ബന്ധപ്പെട്ട കാര്യമേ അല്ല. NDA വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം കേരളത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മളെല്ലാം സമ്മതിക്കേണ്ട കാര്യം തന്നെ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനോ അല്ലെ പാർലമെൻറ്റ് ഇലക്ഷനോ മാധ്യമങ്ങളൊന്നും പലപ്പോഴും ഇവിടെ ത്രികോണ മത്സരമാണെന്ന് പോലും അംഗീകരിക്കാത്തൊരവസ്ഥയുണ്ട്. അത് മാറി ഇന്ന് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞൊരു 25 സീറ്റിലെങ്കിലും വളരെ ശക്തമായി ജയിക്കാൻ പറ്റുന്ന സാധ്യത ഇന്ന് NDAക്ക് ഉണ്ടെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ഇപ്രാവശ്യം ഉണ്ടാവും.